ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ ഹോം ഷെഫിൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിലെ മെക്കാനിക്കൽ ആയിട്ടുള്ള വർക്ക്സ് കാര്യങ്ങളൊക്കെയാണ്. അതായത് മെയിനായിട്ട് പീരിയോഡിക് സർവീസ്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ പമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. ഈ ഒരു സാധനമാണ്, അത് റേഡിയേറ്ററിലോട്ട് വെള്ളം അടിച്ച് കയറ്റുന്ന ഒരു സംഭവമാണ്. ഇത് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ആ ഒരു ഫാൻ വന്നിട്ട് ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലിട്ടാണ് മാറിയത്. ഈ ഒരു സാധനത്തിന് ഒരു 2000 സംതിങ്ങോളം വില വന്നു. പിന്നെ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയ ബാറ്ററി വെച്ചു. ബാറ്ററിക്ക് ഒരു 7500 വില വന്നു. പിന്നെ വന്നിട്ട് നമ്മൾ എയർ ഫിൽറ്റർ മാറി പുതിയത് വെച്ചു. ഇതിൽ അർമതയുടെ ഒരു എയർ ഫിൽറ്ററാണ് വരുന്നത്, ഒരു വലിയ ടൈപ്പ് എയർ ഫിൽറ്റർ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഡീസൽ ഫിൽറ്റർ 2 സാധനമാണ് വരുന്നത്. ഡീസൽ ഫിൽറ്റർ മാറി. പിന്നെ ഓയിൽ ഫിൽറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ ഫിൽറ്റർ മാറി, ആ ഓറഞ്ച് കളറാണ്. ഓയിൽ ഫിൽറ്റർ മാറി. പിന്നെ എൻജിൻ ഓയിൽ ഒരു 5 സംതിങ് 6ഓളം ഓയിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു റാഡ് വരുന്നതിൻ്റെ ഒരു ജോയിൻറ്റിൽ ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ ഒരു സാധനം ഇതിൻ്റെ ഇതേപടി ഇവിടെ ഒരു സാധനം വരുന്നുണ്ട്. ആ ഒരു സാധനം നമ്മൾ മാറി. അപ്പം അങ്ങനെ അല്ലറ ചില്ലറ നമ്മൾ കുറേ കാര്യങ്ങൾ മാറി. പിന്നെ എടുത്തിട്ട് നമ്മൾ റേഡിയേറ്റർ ഫുള്ള് ക്ലീൻ ചെയ്തു. കാരണം പഴയ വണ്ടിയാകുമ്പോൾ റേഡിയേറ്ററൊക്കെ ക്ലീൻ അല്ലാന്നുണ്ടെങ്കിൽ ഓവർ ഹീറ്റിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ ഒരു പരിപാടി ചെയ്തു. പിന്നെ കൂളൻ്റ് ഒഴിച്ചു. ശരിക്കും പറഞ്ഞാൽ പഴയ വണ്ടിയിൽ ആരും കൂളൻ്റ് ഒഴിക്കാറില്ല. പിന്നെ നമ്മൾ ഒഴിച്ചു. കാരണം കൂളൻ്റ് ഒഴിക്കുമ്പോൾ എല്ലാവരും ഡൗട്ടാണ് വണ്ടി തണുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കൂളൻ്റ് എന്ന്. കൂളൻ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാൾസിലെല്ലാം ഉള്ള ഈ റസ്റ്റിൻ്റെ കണ്ടൻറ്റ് കാര്യങ്ങളെല്ലാം പോവും. ആ ഒരു വെള്ളം പോലത്തെ ഒരു ഇത് മാറും. അതിന് വേണ്ടിയിട്ടാണ് കൂളൻ്റ് ഒഴിക്കുന്നത്. നമുക്കിനി കൂളൻ്റിൻ്റെയും നമ്മൾ നോർമൽ വാട്ടറിൻ്റെയും ഡിഫറൻസ് നമുക്കൊരു വേറൊരു വീഡിയോ ചെയ്യാം, നമുക്ക് തിളപ്പിച്ച് നോക്കിയിട്ട്. അപ്പം ഇത്രയൊക്കെയാണ് ചെയ്തത്. പിന്നെ ലൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചതുപോലെ ഇൻഡിക്കേറ്റേഴ്സ്, 2 ഇൻഡിക്കേറ്റേഴ്സ്, ബാക്കിലത്തെ ടെയിൽ ലൈറ്റ് ഇൻഡിക്കേറ്റർ, ഇത്, പിന്നെ വർക്ക് ചെയ്യാത്ത ബൾബുകൾ. അങ്ങനെ ടെസ്റ്റിന് വേണ്ട രീതിയിൽ വണ്ടിയിൽ മാറ്റേണ്ടതായിട്ടുള്ള എല്ലാം മാറ്റിയിട്ടുണ്ട്. വണ്ടി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മെക്കാനിക്കൽ പരമായിട്ടും ഇലക്ട്രിക്കൽ പരമായിട്ടും വണ്ടി പക്ക കണ്ടീഷനാണ്. 350 കിലോമീറ്ററോളം ഒരു ദിവസം ഓടി. വണ്ടി ഓവർ ഹീറ്റോ കാര്യങ്ങളൊന്നുമില്ല, കംഫർട്ടുമാണ്. പിന്നെ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടി 8 സീറ്ററാണ്. അപ്പോൾ 8 പേര് ഇരുന്ന് പോയാലും വണ്ടി നല്ല രീതിയിൽ പോകും. പിന്നെ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് സഡൻ പിക്കപ്പ് ഒന്നും കിട്ടത്തില്ല. പയ്യെ ഓടി വണ്ടി സ്പീഡ് കയറത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഡീസൽ വണ്ടിയൊക്കെ യൂസ് ചെയ്ത്, പഴയ ഡീസൽ വണ്ടികളൊക്കെ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വണ്ടി ഓടി റണ്ണിങ്ങിൽ സ്പീഡ് കയറിക്കോളും. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് നോക്കാൻ വേണ്ടിയിട്ട്, പഴയ വണ്ടിയാണ്, ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നാലും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മെങ്കിലും നമ്മൾ കരക്കൂട്ട റോഡിൽ ഓടിച്ച് നോക്കി. ഒരു 110 വരെയൊക്കെ വണ്ടി കയറി. പിന്നെ കൂടുതലും നമ്മൾ കയറ്റിയില്ല എന്ന് വെച്ചാൽ പഴയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് കണ്ടീഷൻ 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ തുരുമ്പെടുത്ത് ഓടിഞ്ഞൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് പോകും. എന്നാലും വണ്ടി കയറുന്നുണ്ട്. നമ്മളെ ടാറ്റയും ഒരു 100 അപ്പോഴൊക്കെ തന്നെ വണ്ടി വൈബ്രേഷൻ തുടങ്ങും. അപ്പോൾ ഇതിലൊരു നമുക്കൊരു 60-70 തന്നെയാണ് ഇതിൻ്റെ സ്വീറ്റ് സ്പീഡെന്ന് പറയുന്നത്. അപ്പോൾ അതിലൊക്കെ പോയാൽ മതി. പിന്നെ നമുക്ക് ഇതിലൊരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈലൻസർ ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ എഞ്ചിനിൽ നിന്ന് ഔട്ട് പോകുന്ന എക്സോസ്റ്റിൻ്റെ ആ ഒരു വാൾവിൻ്റെ അവിടുത്തെ മൗത്ത് എന്ന് പറയും, അവിടെ ചെറിയ രീതിയിൽ വട്ടത്തിൽ ക്രാക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല സൗണ്ടായിരുന്നു. നമുക്ക് അപ്പോഴും എവിടെ പൊത്തിട്ടുണ്ടെന്ന് അറിയായിരുന്നു. പക്ഷേ കുറച്ച് ഓടയും കൂടെ ചെയ്തപ്പം
നല്ല സൗണ്ടായി, കാലൊക്കെ കൊടുക്കുമ്പോൾ നല്ല ട്രാക്ടറിൻ്റെ സൗണ്ട്, JCB സൗണ്ട് പോലെ വരും. പിന്നെ നമ്മൾ വർക്ക്ഷോപ്പിൽ പാലോടാണ് കൊടുത്തത്. പാലോട് ഇതേപോലുള്ള വണ്ടികൾ, ജീപ്പ് ഇതേപോലുള്ള വണ്ടികളൊക്കെ പണിയുന്ന ഒരുപാട് വർക്ക്ഷോപ്പുകളുണ്ട്. അവിടെ കൊണ്ടുപോയി ആ മൗത്ത് ഇളക്കിയിട്ട് ചുറ്റും സ്പോട്ട് ചെയ്ത് തിരിച്ച് ഫിറ്റ് ചെയ്തു. ഇപ്പം വണ്ടി ഭയങ്കര സ്മൂത്ത് സൗണ്ടാണ്. അപ്പോൾ അതൊരു അൺഎക്സ്പെക്റ്റഡ് പണിയായിപ്പോയി. അപ്പം അതൊക്കെയാണ് പണി ഇതിൽ ചെയ്തത്. മെയിനായിട്ട് ഈ വാട്ടർ പമ്പ്, പീരിയോഡിക് സർവീസ്, ഈ പറഞ്ഞ എക്സോസ്റ്റിൻ്റെ, ഇത് ഇത്രയാണ് മെയിനായിട്ട് ചെയ്തത്. ഇതിൽ ഫ്രണ്ടിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ് വരുന്നത്, ഇതിൽ പ്ലേറ്റാണ് വരുന്നത്. ഇതിൽ ബാക്ക് പ്ലേറ്റ് സസ്പെൻഷൻ, ഫ്രണ്ട് വന്നിട്ട് സ്പ്രിംഗ് സസ്പെൻഷനാണ്. അപ്പോൾ വണ്ടി എന്തായാലും പൊളിയാണ്, ഒരു വിൻറ്റേജ് വൈബാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട് ഓടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെയൊക്കെ ഓടിച്ചുകൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് ഇതിലോട്ട് വന്നപ്പോൾ ഒരു ലോറിയൊക്കെ ഓടിക്കുന്ന ഒരു ഫീലാണ്. നല്ല നമ്മൾ ആ ഒരു കോക്പിറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. നമുക്ക് എവിടെ വേണോ കയറി പോവാം, എവിടെ വേണോ കൊണ്ട് ഇറക്കാം, ആ ഒരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് മനസ്സിൽ. അപ്പം അതാണ് ഇന്നത്തെ നമ്മളെ മെക്കാനിക്കൽ പരമായിട്ടുള്ള വീഡിയോ. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് ബാറ്ററിക്ക് ഒരു 7500, പീരിയോഡിക് സർവീസിൻ്റെ സാധനം എല്ലാം കൂടെ ഒരു 33,500 4000 രൂപയായി. എക്സോസ്റ്റിൻ്റെ റെഡിയാക്കിയതെല്ലാം കൂടെ ഒരു 1000 രൂപയായി. പിന്നെ വാട്ടർ പമ്പിൻ്റെ സാധനത്തിന് മാത്രം ഒരു 2000 രൂപ. പിന്നെ ലൈറ്റുകൾ, ഇതേപോലത്തെ ലൈറ്റുകളെല്ലാം കൂടി ഒരു 10,500 രൂപയായി. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ലേബർ ഒരു എല്ലാം കൂടെ കുറച്ചായിട്ട് ഒരു 2500-3000 രൂപ ആയിക്കാണ്. പിന്നെ കുറേയൊക്കെ നമ്മളാണ് ചെയ്തത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു വന്നൊരു കോസ്റ്റ്. പിന്നെ ഇനി നമുക്ക് ചെയ്യണമെങ്കിൽ ചെറിയ ചെറിയ ലൊട്ടിലൊട്ടുക്ക് പരിപാടിയായിട്ട് 1 by 1 ആയിട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്ത് വരാം. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു യൂസിന് ഇത് പക്കയാണ് ഇപ്പോൾ. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. എനിക്ക് തോന്നുന്നു കുറച്ച് ലെങ്തി ആയി പോയെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺഡ് ബൈ മീ ഹോമോ ഷാപ്പി. അപ്പോൾ ഇനി നമ്മളിപ്പം പേപ്പർ അറിയാനുള്ളത്.